വെൽക്കം ടു ഷീസ് കിച്ചൺ ആൻഡ് ലൈഫ് സ്റ്റൈൽ. ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബട്ടർ നാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓവണൊന്നും യൂസ് ചെയ്യാതെ ഫ്രൈയിങ് പാനിൽ വെച്ചാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. നമുക്ക് ഇതിലേക്കുള്ള ഈസ്റ്റ് ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കാം. ഒരു ബൗളിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടീസ്പൂൺ പഞ്ചസാര എന്നിവ ഇട്ട് കൊടുത്തതിന് ശേഷം 1/4 കപ്പ് ചെറു ചൂടുവെള്ളം കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വരെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 കപ്പ് മൈദാമാവ്, 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ച ഈസ്റ്റ് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, തൈര് എടുക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാൻ. ഇതിലേക്ക് കുഴയ്ക്കാൻ ആവശ്യമായ ചെറു ചൂടുവെള്ളം കൂടെ ചേർത്ത് കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കാം. മാവ് നന്നായി കുഴച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു 2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. വീണ്ടും ഒന്ന് നന്നായി കുഴച്ചെടുക്കാം. നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഇത് കട്ട് ചെയ്ത് ഈക്വൽ ഉരുളകളാക്കി മാറ്റാം. കുറച്ച് മൈദാമാവ് തൂവിയതിന് ശേഷം ഇതൊന്ന് പരത്തിയെടുക്കാം. ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ അധികം കനം കുറച്ച് പരത്തരുത്, കുറച്ചൊരു കട്ടി വേണം. ഇനി നമുക്ക് ബാക്കിയുള്ളവ കൂടെ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇനി ഒരു ഫ്രൈയിങ് പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം ഇത് നമുക്കൊന്ന് ചുട്ടെടുക്കാം. ഇതിൽ ചെറിയ കുമിളകളെല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചൂടോടുകൂടെ തന്നെ കുറച്ച് ബട്ടർ കൂടെ നമുക്ക് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളവ കൂടെ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ ബട്ടർ നാൻ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ഷീസ് കിച്ചൺ ആൻഡ് ലൈഫ് സ്റ്റൈൽ.